പിന്നോട്ടല്ല, നൂറ്റാണ്ടുകൾ പിന്നോട്ടാണ് അഫ്ഗാനിസ്ഥാൻ സഞ്ചരിക്കുന്നത്. ലോകം ആധുനികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ജനതയെ മുഴുവൻ ഇരുളിലേക്ക് തള്ളിയിടുകയാണ് താലിബാൻ. ഭാര്യയും മക്കളെയും തല്ലാൻ പുരുഷന് നിയമപരമായ അധികാരം. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസകരമായിരിക്കും. പക്ഷേ ലോകം 2026 എത്തി നിൽക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ മധ്യകാലഘട്ടത്തിലെ ക്രൂരതകളിലേക്ക് മടങ്ങിപ്പോകുകയാണ്. താലിബാന്റെ പുതിയ അടിമത്ത നിയമം അഫ്ഗാൻ സ്ത്രീകളുടെ അവസാന പ്രതീക്ഷയും തല്ലിക്കെടുത്തിയിരിക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലവിളികൾ നിയമപരമായി തന്നെ അടിച്ചമർത്തപ്പെടുന്നു. ഇതാ താലിബാൻ ഭരണകൂടം ഒപ്പിട്ട ലോകത്തെ ഞെട്ടിക്കുന്ന ആ അടിമത്ത നിയമം. താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഗുൻസദ പ്രാബല്യത്തിൽ വരുത്തിയ പുതിയ 90 പേജുകളുള്ള ക്രിമിനൽ നിയമ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. ഇനി മുതൽ അഫ്ഗാനിൽ ഭാര്യയും മക്കളെ പുരുഷന്മാർക്ക് ക്രൂരമായി മർദ്ദിക്കാം. അത് നിയമപരമാണ്. എല്ലുകൾ ഒടിയുകയോ പുറമേ കാണുന്ന വലിയ മുറിവുകൾ ഉണ്ടാവുകയോ ചെയ്തില്ലെങ്കിൽ ഏത് പീഡനവും അവിടെ കുറ്റകരമല്ലാതായി മാറുന്നു. നീതി തേടി കോടതിയിലെത്തുന്ന സ്ത്രീയെ കാത്തിരിക്കുന്നത് അതിലും വലിയ അപമാനമാണ്. പരാതി നൽകുമ്പോൾ മർദ്ദിച്ച ഭർത്താവിനെയോ പുരുഷ സംരക്ഷകനെയോ കൂടെ കൂട്ടണമെന്ന വിചിത്രമായ വ്യവസ്ഥയാണുള്ളത്. മാത്രമല്ല, ശരീരം പൂർണ്ണമായി മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ മുറിവുകൾ കോടതിയിൽ പ്രദർശിപ്പിക്കുകയും വേണം. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ബന്ധുക്കളെ കണ്ടാൽ സ്ത്രീക്ക് 3 മാസ തടവ് ലഭിക്കുമ്പോൾ ക്രൂരമായ മുറിവുകൾ ഉണ്ടാക്കുന്ന പുരുഷന് ലഭിക്കുന്നത് വെറും 15 ദിവസത്തെ ശിക്ഷ മാത്രമാണ്. സമൂഹത്തെ 4 തട്ടുകളായി തിരിച്ച് കുറ്റവാളിയുടെ പദവി നോക്കി ശിക്ഷ തീരുമാനിക്കുന്ന ജാതി വ്യവസ്ഥയും താലിബാൻ നടപ്പിലാക്കി കഴിഞ്ഞു. മതപണ്ഡിതർക്ക് ഉപദേശം മാത്രം ലഭിക്കുമ്പോൾ സാധാരണക്കാരന് ലഭിക്കുന്നത് ചാട്ടവാറടിയും കഠിന തടവുമാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി 2009 നിലവിൽ വന്ന എല്ലാ നിയമങ്ങളും റദ്ദാക്കിയ താലിബാൻ ഈ നിയമത്തെ വിമർശിക്കുന്നത് പോലും വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാക്കി മാറ്റിയിരിക്കുന്നു. മനുഷ്യാവകാശങ്ങൾ വെറും കടലാസ് തുണ്ടുകളായി മാറുന്ന അഫ്ഗാനിൽ നിന്നും ഉയരുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വിലാപമാണ്. ഈ കിരാത ഭരണത്തിനെതിരെ ലോകം ഇനിയെങ്കിലും കണ്ണു തുറക്കുമോ? നീതിക്കായുള്ള പോരാട്ടത്തിൽ ഈ ശബ്ദം ഓരോരുത്തരിലേക്കും എത്തട്ടെ. കാരണം മൗനം പോലും ഇവിടെ കുറ്റമാണ്.